സുഹൃത്തുക്കളെ, സമുദ്രനിരപ്പിൽ നിന്ന് ആയിരക്കണക്കിന് അടി ഉയരത്തിലുള്ള നമ്മുടെ അതിർത്തി പ്രദേശങ്ങൾ, അവിടെ 25 ടണ്ണിലധികം ഭാരമുള്ള ഒരു ഭീമൻ കവചിത വാഹനം മിനിറ്റുകൾക്കുള്ളിൽ എത്തിക്കാൻ കഴിഞ്ഞാലോ? ചിന്തിക്കാൻ പോലും പ്രയാസമുള്ള ഈ ഒരു അസാധ്യമായ കാര്യത്തെ യാഥാർത്ഥ്യമാക്കാൻ ഇന്ത്യൻ വ്യോമസേന ഒരുങ്ങുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ കവചമായ സൊറാവർ ലൈറ്റ് ടാങ്കുകളെയും മറ്റ് അത്യാധുനിക പ്രതിരോധ വാഹനങ്ങളെയും ആകാശമാർഗം നേരിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ രണ്ട് വിദേശ കരുത്തന്മാർ തമ്മിൽ വലിയൊരു മത്സരം നടക്കുകയാണ്. യൂറോപ്പിന്റെ കരുത്തനായ എയർബസ് A400M ജപ്പാന്റെ അഭിമാനമായ കവാസാക്കി C2 ഇന്ത്യയുടെ ആകാശകരുത്ത് മാറ്റി എഴുതാൻ പോകുന്ന ഈ പുതിയ നീക്കത്തിന് പിന്നിലെ രഹസ്യം എന്താണ്? ആരായിരിക്കും നമ്മുടെ വ്യോമസേനയുടെ പടക്കുതിരയാവുക? സസ്പെൻസുകൾ നിറഞ്ഞ ഈ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ പ്രോജക്റ്റ് അല്ല. 25 മുതൽ 26 ടൺ വരെ ഭാരം നേരിട്ട് അതിർത്തിയിലെ ഉയരത്തിലുള്ള റൺവേകളിൽ ഇറക്കാൻ കഴിയുന്ന വിമാനങ്ങളാണ് നമുക്ക് വേണ്ടത്. പ്രത്യേകിച്ച് ലഡാക്ക് പോലെയുള്ള ഉയർന്ന മേഖലകളിൽ നമ്മുടെ സൊരാവർ ടാങ്കുകളും ആധുനിക കവചിത വാഹനങ്ങളും പെട്ടെന്ന് എത്തിക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇവിടെയാണ് മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ആയ MTA പ്രോഗ്രാമിന്റെ പ്രസക്തി. ഈ മത്സരത്തിൽ മുൻപന്തിയിലുള്ള രണ്ട് വിമാനങ്ങളെ നമുക്ക് വിശദമായി ഒന്ന് താരതമ്യം ചെയ്യാം. യൂറോപ്യൻ കരുത്തനായ എയർബസ് A400M അറ്റ്ലസ്. ആദ്യമായി നമുക്ക് എയർബസ് A400M കുറിച്ച് നോക്കാം. ഇതൊരു ലോകോത്തര ഡിസൈനാണ്. 37 മുതൽ 40 ടൺ വരെ ഭാരം വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. അതായത് നമ്മുടെ ടാങ്കുകളെ വളരെ സുഗമമായി ഇവയിൽ കൊണ്ടുപോകാം. ഇതൊരു ടാക്ടിക്കൽ വിമാനമാണ്. അതായത് കല്ലും മണ്ണും നിറഞ്ഞ പരുക്കൻ റൺവേകളിൽ പോലും സുരക്ഷിതമായി ഇറക്കാൻ കഴിയും. ഹിമാലയൻ അതിർത്തികൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഗുണമാണിത്. ഏകദേശം 3300 കിലോമീറ്റർ വരെ പൂർണ്ണ ഭാരവുമായി പറക്കാൻ ഇതിനാകുമെന്നതാണ്. കൂടാതെ ഇതൊരു ഇന്ധനം നിറക്കുന്ന വിമാനമായും ഡ്രോണുകളെ നിയന്ത്രിക്കുന്ന കേന്ദ്രമായും പ്രവർത്തിപ്പിക്കാൻ ശേഷിയുള്ള ഒരു വിമാനമാണ്. ജാപ്പനീസ് അത്ഭുതമായ കവാസാക്കി C2 ആണ് രണ്ടാമത്തെ മത്സരാർത്ഥി. ഇനി ഇതിനോട് മത്സരിക്കുന്ന ജപ്പാന്റെ കവാസാക്കി C2 കുറിച്ച് പരിശോധിക്കാം. വേഗതയിലും ദൂരപരിധിയിലുമാണ് ഇതിന്റെ കളി മാറുന്നത്. എയർബസിനേക്കാൾ വേഗതയിൽ പറക്കാൻ C2 സാധിക്കും എന്നതാണ്. 20 ടൺ ഭാരവുമായി ഏകദേശം 4700 കിലോമീറ്റർ ദൂരം ഒറ്റയടിക്ക് പറക്കാൻ ഇതിനാകും. ലഡാക്ക് മുതൽ ആൻഡമാൻ ദ്വീപുകൾ വരെ അതിവേഗം ഭാരം എത്തിക്കാൻ ഈ വിമാനം എടുക്കാനാകുമെന്നതാണ്. ഉയരത്തിലുള്ള പറക്കലിലും ഇതിന്റെ പ്രകടനം മികച്ചതാണ്. വലിയ ഹെലികോപ്റ്ററുകൾ പോലും ഇതിനുള്ളിൽ സുഖമായി ഉൾക്കൊള്ളുമെന്നതാണ്. ഇരുവരെയും താരതമ്യം ചെയ്യുമ്പോൾ ആരാകും ജയിക്കുക? ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അതിർത്തിയിലെ മോശം സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാൻ A400M മിടുക്കനാണെങ്കിൽ ദൂരസ്ഥലത്തേക്ക് അതിവേഗം സേനയെ എത്തിക്കാൻ C2 ആണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. പ്രിയ പ്രേക്ഷകരെ, ഇതിൽ ഏത് വിമാനം വന്നാലും അത് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ഇരട്ടിയാക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ സൊരാവർ ടാങ്കുകൾ ആകാശത്തിലൂടെ അതിർത്തിയിൽ പറന്നിറങ്ങുന്ന കാലം വിദൂരമല്ല. ഈ രണ്ട് വിമാനങ്ങളിൽ ഇന്ത്യക്ക് ഏറ്റവും അനുയോജ്യമായത് ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നത് കമന്റ് ബോക്സിൽ അറിയിക്കുക. പരുക്കൻ റൺവേകളിൽ ഇറങ്ങാൻ കഴിയുന്ന A400M വേണോ അതോ അതിവേഗം സഞ്ചരിക്കുന്ന കവാസാക്കി C2 വേണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ